അടുത്ത റിയലൈസേഷൻ എന്ന് പറയുന്നത് അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്കേഡ് ഫോം റിയലൈസേഷൻ. ഓക്കെ, കാസ്കേഡ് ഫോം റിയലൈസേഷൻ ആണ് FIR ഫിൽറ്ററിൻ്റെ റിയലൈസേഷനിൽ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാതെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ ദ കാസ്കേഡ് ഫോം റിയലൈസേഷൻ ഓഫ് ദ സിസ്റ്റം ഫംഗ്ഷൻ h of z equal to 1 plus 5 by 2 z inverse plus 2 z inverse plus 2 z inverse 3. ഓക്കെ, കാസ്കേഡ് ഫോം എന്ന് പറയുന്നത് നമ്മൾ IIRൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ h of zനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആക്കിയിട്ട് h of z ഈക്വൽ ടു h1 of z ഇൻറ്റു h2z ഇൻറ്റു എക്സെട്ര ഫോമിൽ എഴുതി ഓരോ h1 of zനെ h2zനെ എല്ലാം നമ്മൾ ഡയറക്റ്റ് ഫോം, അവിടെ ഡയറക്റ്റ് ഫോം 2 ആയിരുന്നു. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഫോം 1ഉം 2ഉം ഇല്ല, ഇവിടെ ഒരൊറ്റ ഡയറക്റ്റ് ഫോമേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഫോം വെച്ചിട്ട് റിയലൈസ് ചെയ്യുക, എന്നിട്ട് കാസ്കേഡായിട്ട് കണക്ട് ചെയ്യുക. അവിടെ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ. FIR ആകുമ്പോൾ നമുക്കറിയാം സിസ്റ്റം ഫംഗ്ഷനിൽ ന്യൂമറേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക, h of z എഴുതി, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടേഴ്സ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കാൽക്കുലേറ്റർ 3rd ഡിഗ്രി ഇക്വേഷനാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫാക്ടർ കിട്ടുന്നത് റിയൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം കോംപ്ലക്സ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇമാജിനറി ഫംഗ്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം കാസ്കേഡിന് IIR ഫിൽറ്ററിൻ്റെ ഡിസൈനിൻ്റെ സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും കോംപ്ലക്സ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇമാജിനറി ഫംഗ്ഷൻസ് ആവാൻ പാടില്ല, ഇമാജിനറി ഫാക്ടേഴ്സ് ആവാൻ പാടില്ല. ആ കണ്ടീഷൻ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. നോ ഇമാജിനറി റൂട്ട്സ് ആർ കൺസിഡറിങ്. ഇവിടെ ഇമാജിനറി റൂട്ട്സ് നമുക്ക് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ആ റിയൽ ഫംഗ്ഷൻ മാത്രം എടുക്കുക. അപ്പോൾ റിയൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 1 മൈനസ് 2 z ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? നമ്മൾ ആൾജിബ്രിക് ഫംഗ്ഷൻസിൻ്റെ റൂട്ട്സൊക്കെ കണ്ടുപിടിക്കുന്നത് മുന്നേ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു റൂട്ട് അറിയാം. അപ്പോൾ ഇനി റിമൈനിങ് ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ആ ഫംഗ്ഷനെ ആ റൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റൂട്ട് ഇതാണ്. ഡിവിഷൻ സാധാരണത്തെ പോലെ തന്നെ ഡിവിഷനാണ്. അപ്പോൾ ആദ്യം എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആദ്യം നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ ടേം ആണല്ലോ, അപ്പോൾ 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 2 z ഇൻവേഴ്സ് എഴുതുക. ദെൻ എന്ത് ചെയ്യുക? 1 പ്ലസ് 2 z ഇൻവേഴ്സ് എഴുതി കഴിഞ്ഞ് അടുത്ത് എന്ത് ചെയ്യാം? ഒറിജിനൽ ഫംഗ്ഷനിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ഇത് കിട്ടും. 1 പ്ലസ് 2 അതായത് 5 by 2 z 1 മൈനസ് 1 0, 5 by 2 z ഇൻവേഴ്സ് മൈനസ് 2 z ഇൻവേഴ്സ് എന്ത് കിട്ടും? 1 by 2 z ഇൻവേഴ്സ് കിട്ടും. ദെൻ റിമൈനിങ് ടേംസ് 2 z ഇൻവേഴ്സ് 2 z ഇൻവേഴ്സ് 3 എടുത്ത് താഴേക്ക് എഴുതി. ദെൻ എന്ത് ചെയ്യണം? അടുത്ത ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ ടേമിനെ 1 by 2 z ഇൻവേഴ്സിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 1 by 2 z ഇൻവേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടണം? 1 by 2 z ഇൻവേഴ്സ് കിട്ടണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ നമ്മൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1 by 2 z ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 by 2 z ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഇത് കിട്ടും. 1 by 2 z ഇൻവേഴ്സ് പ്ലസ് 1 by 2 z ഇൻവേഴ്സ് ഇൻറ്റു 2 z ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? z ഇൻവേഴ്സ് 2. ഓക്കെ, ദെൻ അഗെയിൻ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? z ഇൻവേഴ്സിൻ്റെ ടേം എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി വരുന്ന റിമൈനിങ് ടേം എന്ന് പറയുന്നത് എന്താ? z ഇൻവേഴ്സ് 2. ഇവിടെ 2 z ഇൻവേഴ്സ് 2 മൈനസ് z ഇൻവേഴ്സ് 2 ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് z ഇൻവേഴ്സ് 2 പ്ലസ് 2 z ഇൻവേഴ്സ് 3. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഏതാ എലിമിനേറ്റ് ചെയ്യുന്നത്? z ഇൻവേഴ്സ് 2 ആണ്. അപ്പോൾ നമ്മൾ ഏത് വെച്ച് ഫസ്റ്റ് ടേം 1 ആയത് കാരണം ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? z ഇൻവേഴ്സ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ z ഇൻവേഴ്സ് 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് z ഇൻവേഴ്സ് 2 ആൻഡ് z ഇൻവേഴ്സ് 2 ഇൻറ്റു 2 z ഇൻവേഴ്സ് എന്ത് വരും? 2 z ഇൻവേഴ്സ് 3. അപ്പോൾ എന്ത് കിട്ടി? എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷന് സെക്കൻഡ് ഫംഗ്ഷൻ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ,
അതായത് ഇതൊരു ഫാക്ടർ ആയതുകൊണ്ട് എന്തായാലും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്തായിരിക്കും 0 ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ കോഷ്യൻ്റ് നോക്കുക. ഒരു ഫാക്ടർ ഇത് കിട്ടി, ബാക്കി റിമൈനിങ് ടേംസ് എന്താ വരുന്നത് 1 + 1/2 Z ഇൻവേഴ്സ് ഇൻറ്റു Z ഇൻവേഴ്സ് 1 + 1/2 Z ഇൻവേഴ്സ് പ്ലസ് Z ഇൻവേഴ്സ് 2. ഓക്കെ, ഇനി നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷനാണ് കിട്ടുക. നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ കാസ്കേഡ് റിയലൈസേഷനിൽ യൂസ് ചെയ്യാം. കാസ്കേഡ് റിയലൈസേഷൻ മാത്രമല്ല, പാരലൽ ഫോമിലാണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് H(z) റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? H(z) = 1 + 2Z ഇൻവേഴ്സ് ഇൻറ്റു 1 + 1/2 Z ഇൻവേഴ്സ് ഇൻറ്റു Z ഇൻവേഴ്സ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു H1(z) ഇൻറ്റു H2(z). ഓക്കെ, ഇനി നമ്മൾ IIR ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക. H1(z) = ആദ്യത്തെ ടേമിന് H1(z) എന്ന് പറഞ്ഞെടുത്തു, രണ്ടാമത്തെ ടേമിന് H2(z) എന്ന് പറഞ്ഞെടുത്തു. ഓരോന്നും y1ഉം y2ഉം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷന് അതിന് ഇക്വേഷൻ നമ്പേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രം ഇക്വേഷൻ നമ്പർ 1 H1(z) നമുക്ക് എങ്ങനെ എഴുതാം? y1(z) / x1(z) എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2Z ഇൻവേഴ്സ് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? y1(z) = x1(z) + 2Z ഇൻവേഴ്സ് ഇൻറ്റു x1(z) കിട്ടും. ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ y1(n) = x1(n) + 2x1(n-1) കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? H1(z)ൻ്റെ റിയലൈസേഷൻ പ്ലോട്ട് ചെയ്യാം. അതിൻ്റെ റിയലൈസേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു വരുന്നത്? x1(n) + 2x1(n-1) ദാറ്റ് ഈസ് ഈക്വൽ ടു y1(n) ആയിരുന്നു. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ എങ്ങനെ ഡയറക്റ്റ് ഫോം വെച്ചിട്ടാണ് റിയലൈസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഡയറക്റ്റ് ഫോം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? H2(z) എടുക്കണം. H2(z)നെ നമുക്ക് എങ്ങനെ എഴുതാം? y2(z) / x2(z) എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS എഴുതുക. ദെൻ y2(z) = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ കിട്ടും. ദെൻ ടേക്കിംഗ് ഇൻവേഴ്സ് y2(n) = എന്ത് കിട്ടും? x2(n) + ½ x2(n-1) + x2(n-2). ഇനി എന്ത് ചെയ്യണം? ഇതിനെ റിയലൈസ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ആ ഇക്വേഷൻ്റെ റിയലൈസേഷൻ. ഇതാണ് x2(n) + ഇതും ഡയറക്റ്റ് ഫോം വെച്ചിട്ടാണ് നമുക്ക് റിയലൈസ് ചെയ്യാം. കാസ്കേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഫോം വെച്ചിട്ടാണ് റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ x2(n) + ½ x2(n-1) + x2(n-2) ദാറ്റ് ഈസ് ഈക്വൽ ടു y2(n). അപ്പം നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, രണ്ടെണ്ണത്തിൻ്റെ H1(z)ൻ്റെയും H2(z)ൻ്റെയും റിയലൈസേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ കാസ്കേഡായിട്ട് പ്ലോട്ട് ചെയ്യണം. കാസ്കേഡ് എന്ന് പറയുമ്പോൾ എന്താ? ആദ്യം H1(z) പ്ലോട്ട് ചെയ്യുക, ദെൻ H2(z) പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ x(n) എന്ന് പറയുന്നത് നമ്മളെ ആക്ച്വൽ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു x1(n) തന്നെ ആയിരിക്കും നമ്മളെ x(n) എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്? y1(n) ദാറ്റ് വിൽ ബി ഈക്വൽ ടു x2(n). നമ്മൾ IIR ചെയ്ത അതേപോലെ തന്നെ. ദെൻ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് y2(n) ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു y(n). ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്തു? കാസ്കേഡ് ഫോമിലായിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട് കാസ്കേഡ് ഫോമിൽ പ്ലോട്ട് ചെയ്തു. ഇനി മൂന്നാമതൊരെണ്ണം ഉണ്ടെങ്കിൽ അത് അതിന് ശേഷം പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. obtain the cascade form realization of the system H(z) = 1 + 3Z inverse plus 4Z inverse 2 plus 4Z inverse 3 plus 3Z inverse 4 plus Z inverse 5. എങ്ങനെയാണത് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഏത് ഡിഗ്രി 5 ആണ് വരുന്നത് അല്ലേ? 5 ഡിഗ്രി ഉള്ളത് ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കാസ്കേഡ് ഫോം വെച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും ഇതിനെ ഫാക്ടേഴ്സ് ആക്കണം. മിനിമം 2 ഫാക്ടേഴ്സ് എന്തായാലും വേണം. നമുക്ക് എത്രത്തോളം ഫാക്ടേഴ്സ് ആക്കണമെങ്കിൽ അത്രത്തോളം ഏറ്റവും മിനിമൈസ് ചെയ്യാവുന്ന രീതിയിൽ ഇതിനെ ഫാക്ടേഴ്സ് ആക്കണം. ഓക്കെ, കോംപ്ലക്സ് റൂട്ട്സ് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടേഴ്സ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്തു? H(z) എടുത്തെഴുതി. ഇനി ഇതിൻ്റെ നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കണം. ഓക്കെ, റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എൻ്റെ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു പോളിനോമിയലിൻ്റെ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന് ഇപ്പോൾ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എപ്പോഴാണോ പോളിനോമിയൽ ഈക്വൽ ടു 0 വരുന്നതെങ്കിൽ ദെൻ ദാറ്റ് വാല്യൂ ഓഫ് എക്സ് വിൽ ബി വൺ ഓഫ് ദ ഫാക്ടർ ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത് Z ഇൻവേഴ്സിൻ്റെ ടേമിലുള്ള പോളിനോമിയലാണ്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് Z ഇൻവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് ആക്കുന്ന സമയത്ത്
എന്ത് ചെയ്യുക, Z ഇൻവേഴ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് Z ഇൻവേഴ്സ് ഈക്വൽ ടു, സപ്പോസ് അസ്യൂം ചെയ്യുകയാണ്, Z ഇൻവേഴ്സ് ഈക്വൽ ടു -1. കാരണം ഇതിലെല്ലാ ടേംസും പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിന് എന്തായാലും ക്യാൻസൽ ചെയ്ത് 0 ആയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂസ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ പ്ലസും മൈനസും ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂസും അസ്യൂം ചെയ്ത് കൊടുത്തു നോക്കുക. ഓക്കെ, അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ Z ഇൻവേഴ്സ് ഈക്വൽ ടു -1 കൊടുത്തു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി അത് ഫാക്ടറാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും h(z) ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് മീൻസ് Z ഇൻവേഴ്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫാക്ടർ എഴുതാം. 1 ഫാക്ടറീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫാക്ടറീസ് നമ്മളെങ്ങനെ എഴുതാറ്, 1 മൈനസ് ഈ കിട്ടുന്ന വാല്യൂ അല്ലേ, 1 മൈനസ് 1 Z ഇൻവേഴ്സ് ഇൻറ്റു Z ഇൻവേഴ്സ്, ഇങ്ങനെയല്ലേ എഴുതാറ്. അപ്പോൾ 1 പ്ലസ് എന്ത് വരും, മൈനസ് പ്ലസ് വന്നു, 1 പ്ലസ് Z ഇൻവേഴ്സ്. ഇതാണ് ഒരു ഫാക്ടറായിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത റിമൈനിങ് ടേംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാമല്ലോ. നമ്മളെന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യത്തതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് എങ്ങനെ കിട്ടും, ആദ്യത്തെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, കോഷ്യൻറ്റിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് വരും, 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ റിമൈനിങ് ടേംസ് ഇങ്ങനെ വരും. ഇനി അടുത്ത് ഏത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് 2Z ഇൻവേഴ്സ് ആണ് വേണ്ടത്. ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, 2Z ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വരും, 2Z ഇൻവേഴ്സ് പ്ലസ് 2Z ഇൻവേഴ്സ് 2. ഇതിൻ്റെ ബാക്കിയുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. അതായത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്തിട്ടില്ലേ, ഹയസ്റ്റ് പവറിനെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടില്ലേ, അങ്ങനെ വേണമെങ്കിലും ഡിവിഷൻ ചെയ്യാം. ഞാനിത് നമ്മൾ സാധാരണ ഡിവിഷൻ കോൺസ്റ്റൻ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ കോഷ്യൻ്റാണ് നമ്മൾ റിമൈനിങ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് h(z) എങ്ങനെ എഴുതാം, ഫസ്റ്റത്തെ ഫാക്ടർ 1 പ്ലസ് Z ഇൻവേഴ്സ് കിട്ടി, ഇൻറ്റു 1 പ്ലസ് 2Z ഇൻവേഴ്സ് പ്ലസ് 2Z ഇൻവേഴ്സ് 2 പ്ലസ് 2Z ഇൻവേഴ്സ് 3 പ്ലസ് Z ഇൻവേഴ്സ് 4. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ടേംസ് ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇത് ഫോർത്ത് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ ഇതിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്ത അതുപോലെ തന്നെ ഫാക്ടർ ആക്കണം, ഫാക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് റിമൈനിങ് ടേം കണ്ടുപിടിക്കണം. എഗെയിൻ സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ലെറ്റ് Z ഇൻവേഴ്സ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടും. ആ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ദാറ്റ് മീൻസ് അടുത്ത ഫാക്ടറും 1 പ്ലസ് Z ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി റിമൈനിങ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോഷ്യൻ്റ് ആയിരിക്കും എന്തായിരിക്കുന്നത്, നമ്മൾ റിമൈനിങ് ടേം. അപ്പോൾ നമുക്ക് h(z) എങ്ങനെ എഴുതാം, ഇപ്പോൾ 2 ഫാക്ടേഴ്സ് കിട്ടി, ഇൻറ്റു റിമൈനിങ് ടേം വരുന്നത് ഇത്. അപ്പോൾ ഇത് നമുക്കൊരു 3rd ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 3rd ഡിഗ്രി ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ റിമൈനിങ് ടേം നമുക്ക് എന്താ, ഒരു 3rd ഡിഗ്രി ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3rd ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ അത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കാം അടുത്ത ഫാക്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എ ബി സിയുടെ വാല്യൂസ് എല്ലാം എൻട്രി ചെയ്യേണ്ടത്. എയുടെ വാല്യൂ എൻട്രി ചെയ്തു, ബിയുടെ വാല്യൂ ഇക്വേഷൻ അതിനകത്ത് ഡിഗ്രി 3, എ ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു കൊടുത്തു. അതുപോലെ ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1 ആൻഡ് ഡി ഈക്വൽ ടു 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫാക്ടർ കിട്ടും, x1 ഈക്വൽ ടു -1. ഓക്കെ, അടുത്തത് കിട്ടുന്നത് നോക്കുക, 1i ആണ് കിട്ടുന്നത്, +1i. അടുത്ത് കിട്ടുന്നത് നോക്കുക, -1i ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ ഫാക്ടേഴ്സും റിയൽ ഫാക്ടേഴ്സ് അല്ല കിട്ടുന്നത്, ഇമാജിനറി ഫാക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റിയൽ ഫാക്ടർ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക,
ബാക്കിയുള്ളത് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈനിങ് ടേം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ റിയൽ ഫാക്ടർ വരുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തേർഡ് ഫാക്ടർ എങ്ങനെ എഴുതാം? തേർഡ് ഫാക്ടർ ഈസ് 1 പ്ലസ് 1 അല്ല -1 ആണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് 1 പ്ലസ് z ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി റിമൈനിങ് ടേം കണ്ടുപിടിക്കുക. നമ്മളെ പോളിനോമിയൽ ഇതായിരുന്നു 1 പ്ലസ് z ഇൻവേഴ്സ് പ്ലസ് z ഇൻവേഴ്സ് 2 പ്ലസ് z ഇൻവേഴ്സ് 3. അതിനെ 1 പ്ലസ് z ഇൻവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഷ്യൻ്റ് ഇത് കിട്ടും. ഇതായിരിക്കും നമ്മളെ റിമൈനിങ് ടേം കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് 3 ഫാക്ടേഴ്സ് കിട്ടി. 1 പ്ലസ് z ഇൻവേഴ്സ് 1 പ്ലസ് z ഇൻവേഴ്സ് 1 പ്ലസ് z ഇൻവേഴ്സ് ഇൻ ടു റിമൈനിങ് ടേം എന്താ? 1 പ്ലസ് z ഇൻവേഴ്സ് 2. ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇനി ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിനറി ഫങ്ഷൻസ് ആണ്, ഇമാജിനറി റൂട്ട്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് h ഓഫ് സെറ്റിനെ എങ്ങനെ എഴുതാം? h1 ഓഫ് സെറ്റ് ഇൻറ്റു h2 സെറ്റ് ഇൻറ്റു h3 സെറ്റ് ഇൻറ്റു h4 സെറ്റ് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഓരോന്നിനെയും നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആദ്യം h1 ഓഫ് സെറ്റ് ഈക്വൽ ടു എഴുതി, ആദ്യത്തെ ടേം എഴുതി. അതിനകത്തുനിന്ന് h1 ഓഫ് സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? y1 ഡിവൈഡഡ് ബൈ x1 എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ y1ൻ്റെ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റിയലൈസേഷൻ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ y1 കിട്ടിയിരിക്കുന്നത് x1 ഓഫ് n പ്ലസ് x1 ഓഫ് n മൈനസ് 1 ആണ്. അപ്പോൾ x1 ഓഫ് n പ്ലസ് x1 ഓഫ് n മൈനസ് ഒരു ഡിലേ വേണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x1 ഓഫ് n മൈനസ് 1 കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ h2 ചെയ്തിട്ടുണ്ട്. എല്ലാം 1 പ്ലസ് z ഇൻവേഴ്സ് ആയത് കാരണം കുഴപ്പമില്ല. h2 ചെയ്യുമ്പോൾ y2n കിട്ടും. അതുപോലെ h3 ചെയ്യുമ്പോൾ y3n കിട്ടും. h4 ചെയ്യുന്ന സമയത്ത് നമുക്ക് y4n കിട്ടും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻവേഴ്സ് എടുക്കുക. വളരെ സിമ്പിളാണ്. ദെൻ ഇതിനെല്ലാം റിയലൈസ് ചെയ്യണം. h2ൻ്റെ റിയലൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്, h3യുടെ റിയലൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം 1 പ്ലസ് z ഇൻവേഴ്സ് ആവുക തന്നെ എല്ലാതും ഒരേപോലെ വരും. അതുപോലെ h4ൻ്റെ കുറച്ച് ഡിഫറൻസ് വരും. x4 ഓഫ് n പ്ലസ് x4 ഓഫ് n മൈനസ് 2 ആണ് വരുന്നത്, y4n എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 ഡിലേ വരും. ഇനി എന്ത് ചെയ്യണം? ഇതിനെ എല്ലാത്തിനെയും കാസ്കേഡ് ചെയ്ത് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് x ഓഫ് n മാർക്ക് ചെയ്യുക, ഔട്ട്പുട്ട് y ഓഫ് n മാർക്ക് ചെയ്യുക. ഇത് ആദ്യത്തെയാണ് h1 ഓഫ് സെഡിൻ്റെയാണ്, h2 സെഡ്, h3 സെഡ് ആൻഡ് h4 സെഡ്. ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വരച്ചിരിക്കുന്നത് ഇങ്ങനെ. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തുള്ള പോലെ തന്നെ അങ്ങനെ വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഇത്രയാണ് കാസ്കേഡ് ഫോം റിയലൈസേഷൻ വരുന്നത്.